പോലത്തെ കളിയും കൊണ്ട് വന്ന വെള്ളത്തിൽ വെച്ചല്ല കരയിൽ വെച്ച് ഉരുടി നിന്നെ. നീ പൊടി തന്തയില്ലാത്തവളെ. വെറുതെ അല്ല നിന്റെ തള്ള മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചത്തത്. നിന്നെ ഞാൻ നമ്പറാ ഒന്ന് വരട്ടിയതാ. കാശ് വേണ്ടേ? ഒട്ടും വൈകണ്ടാന്ന് വെച്ചു. മനസമാനത്തോടെ മനുഷ്യനൊന്ന് കുളിക്കാലോ. 12.80. ബാക്കി പിന്നെ തന്നാ മതി. വേണ്ട, ഞാൻ നോക്കട്ടെ. കടം വേണ്ട. ഞാൻ വീട്ടിൽ വന്നപ്പോ കുട്ടിയുടെ വല്യമ്മ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാല് വിഷമൊന്നും തോന്നണ്ട കേട്ടോ. എനിക്ക് വിഷമൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുള്ള കാര്യല്ലേ. ഹേയ്, കുട്ടിയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. അത് കണ്ടില്ല, കരട് പോയതാ. നിന്നെ ഇന്ന് കോലത്തേക്ക് കണ്ടില്ല. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അമ്മ നിന്നെ അന്വേഷിച്ചോട്ടോ. എന്താ അവള് പറയണേ? ഹേയ്, ഒന്നുമില്ല. ഞാൻ ഇന്ന് ആ കുട്ടിയുടെ കാര്യങ്ങൾ അറിഞ്ഞ്. അവള് പറഞ്ഞോ? അവൾ അങ്ങനെ ആരോടും പറയില്ലല്ലോ. അല്ല, ആ കുട്ടിയുടെ വല്യമ്മ പറഞ്ഞതാ. അവർക്ക് അവളെ ദേഷ്യ, നാട്ടുകാർക്കും അതെ. പക്ഷെ അച്ഛനെ അവളെ ഭയങ്കര ഇഷ്ടാ. അച്ഛനോട് അവള് സംസാരിക്കണ കേട്ടില്ലേ? അച്ഛൻ അവളെ രാജകുമാരി എന്നാ വിളിക്കുക. എല്ലാരും ചീത്തപ്പേര് വിളിക്കും പരിഹസിക്കുകയും ഒക്കെ ചെയ്യണോണ്ട് അവളെ സന്തോഷിപ്പിക്കാനാ അച്ഛൻ അങ്ങനെ വിളിക്കണേ. ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോ അവക്കും എടുക്കുമായിരുന്നോ? അല്ലെങ്കിൽ അവള് സമ്മതിക്കില്ലേ? അവളുടെ അമ്മയ്ക്കൊരു തെറ്റുപറ്റിന്ന് വെച്ച് ആ കുട്ടി എങ്ങനെ തെറ്റുകാരി ആവാന്ന് അച്ഛൻ ചോദിക്കണേ. ആ കുട്ടിയുടെ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീവളത്തി മരിക്കായിരുന്നല്ലേ? അതെ, 6-7 കൊല്ലം മുമ്പ്. അന്ന് രാവിലെ അവര് കോലോത്ത് വന്നിരുന്നു. കുട്ടിയെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയി. ഉച്ചയായപ്പോ കേട്ടു ഒരു മരിച്ചു. അന്ന് കുറച്ചു ദിവസം അവള് കോലോത്ത് തന്നെയായിരുന്നു. ഇപ്പൊ അവളെ പഠിപ്പിക്കണത് അച്ഛനാ. എങ്കിൽ പിന്നെ ഈ പപ്പടം വിൽക്കാൻ വിടാതെ അവളെ കോലോത്തന്നെ നിർത്തിക്കൂടെ? കേമായി, നമ്മുടെ നാട്ടുകാരല്ലേ. ഇപ്പൊ തന്നെ ചിലര് ചില വേണ്ടാത്തൊക്കെ പറയുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, എനിക്ക് ഇങ്ങോട്ട് വരാമോ ആവോ? ഗോപികമാരൊക്കെ വന്നു, ഞാൻ പോട്ടെ. ഓ, കോലത്തെ തമ്പ്രാട്ടിയാന്ന് വെച്ചൊന്ന് ചിരിച്ചാലെന്താ? മുട്ടൊഴിയോ? അതെ, കൃഷ്ണൻ എന്തിനാ പഴിച്ചോളുടെ വീട്ടിൽ പോയത്? ഏത് പഴിച്ചോള്? ആ സത്യഭാമയുടെ. അടുപ്പിക്കാൻ പറ്റാത്ത ജന്തുക്കളാ. മേലെ കൃഷ്ണൻ അങ്ങോട്ട് പോവേം വേണ്ട, അവിടെ ഒരു കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, ഞാൻ ഇത്തിരി കാളനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണോ അതോ കൃഷ്ണൻ അങ്ങോട്ട് വരുമോ? കൃഷ്ണൻ അങ്ങോട്ട് വരാം. എനിക്ക് കുറച്ച് ജോലി ഉണ്ട്. കൃഷ്ണ, ഞാനൊന്ന് മൂടൗട്ടാ. എന്റെ വർത്താനം കേൾക്കാണ്ട് സുഖാവണില്ലല്ലേ? അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഒരു മഴയ്ക്കുള്ള കോളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്. എനിക്കിന്ന് എന്താന്നറിയില്ല, ആകെപ്പാടൊരു വൈക്ലബ്യ. ഈ വൈക്ലബ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? എവിടെ, അതിന് സ്കൂളിൽ പോണം. ഈ വൈക്ലബ്യം എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഭാമയുടെ കാര്യം വലിയ കഷ്ട. പാവം, അതിനാരും ഇല്ലേ? അതിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്ന കണ്ടപ്പോ എന്തോ എനിക്ക് ആകെപ്പാടൊരു വൈക്ലബ്യം. ഇപ്പൊ മനസ്സിലായോ അർത്ഥം? കൊള്ളാം, നല്ല ആളോടാ പറയണേ. മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ വല്ലതും മനസ്സിലാവോ? കണ്ണീര് കാണുന്നതല്ലേ ഇഷ്ടം. ആര് ചത്താലും കൊന്നാലും കരഞ്ഞാലും ഒരു മറ്റേ ക്ലോസപ്പ് പുഞ്ചിരിയുണ്ട്. ദുഷ്ടനാ. ഒരു കണക്കിന് അത് തന്നെയാ നല്ലത്. ഈ ലോകത്തുള്ളവരുടെയൊക്കെ സങ്കടങ്ങൾ ആലോചിച്ച് നമ്മുടെ മനസമാനം കളയാന്നല്ലാണ്ട്. എന്തത്? ഇവക്ക് കളവുണ്ടോ? ഓ, ഇവളാണ് നാഗേക്ഷി. ഓ,
കണ്ണ? പോന്നില്ല. നല്ല കോളല്ലേ, കട്ടുമുടിപ്പിക്കല്ലേ? ആളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവല്ലേ? ചിലപ്പോ ആ തടിച്ചു പറൂലേ രാധാമണി, അവിടെ വീട്ടിൽ പോയി ശൃംഗരിക്കുണ്ടാവും സാധനം. മഹാപഞ്ചാരിയ, എന്നാലും പാവാന്ന് തോന്നുന്നു. നല്ല പാട്ടുകാരനാ, കാണാനും നല്ല രസല്ലേ? ഒരു കൃഷ്ണൻ തന്നെയാ. കഴിഞ്ഞ അവിടെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കറിയില്ലല്ലോ ഒരു കോന്തൻ ഇവിടെ. എന്താ ചെയ്യാ, തിരിച്ചു ഞാൻ എങ്ങോട്ട് പോകും? പിന്നെ എന്ത് വട്ടെന്ന് വെച്ചു. ഒന്ന് പേടിപ്പിച്ചുട്ടോ, ഭയങ്കര പേടിത്തീർന്ന. വേഗം നാമം ജപിച്ചു പോയി കിടന്നു. പക്ഷെ അന്ന് നിന്നോട് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ആരോടാ പോയി പറയാ? എന്താ മിണ്ടാത്തെ? പെണക്ക? കള്ളനാ. ഇന്ന് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. എന്താ ചെയ്യാ, പകുതി തരാട്ടോ. സോറി, എന്റെ അച്ഛന് വേണ്ട, മുഴുവൻ തിന്നോളൂ കേട്ടോ. മാറിയല്ലോ, തിരുമേനി വിളിച്ചകത്ത് കേട്ടിട്ടുണ്ടെങ്കിലോ. അതിൽ നിന്ന് തുറന്ന് ആളെ നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ടാ. അവളെ അകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ തുറക്കില്ല. അത് ശരിയാ. തിരുമേനിയെ, കൊച്ച അനക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യാ? വാതില് തുറക്ക്. ചവിട്ടി തുറക്കണ സുരേന്ദ്രൻ അങ്ങോട്ട്. എന്താ? ഒന്ന് ചോദിക്കും മനുഷ്യ. തിരുമേനി ഉറങ്ങിപ്പോയോ? ആകെ വേർത്തിട്ടുണ്ടല്ലോ, എന്താ പേടിച്ചു പോയോ? രാത്രി ഇങ്ങനെ ഒന്ന് കഥവി തട്ടിയാ പേടിക്കാണ്ടിരിക്കോ? എന്താ നോക്കണേ? ഒരു പെണ്ണിങ്ങോട്ട് വന്നോ? പെണ്ണോ? എന്താ പെണ്ണിനെ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. അയ്യോ പാവം. ഇപ്പൊ എന്തോ ചെയ്യും? തിരുമേനി ഇതുവരെ പെണ്ണിനെ കണ്ടിട്ടില്ലെന്ന്. ഇപ്പൊ എന്തോ ചെയ്യൂടി? എന്താ ചെയ്യും? എടാ സുരേന്ദ്ര, ഒന്ന് അകത്ത് കയറി നോക്കി. നീ കയറി നോക്കട്ടെ. ഏയ് കേറാൻ പറ്റില്ല. എന്താ രാത്രി ക്ഷേത്രത്തിനകത്ത് കേറാൻ പാടില്ല. അപ്പൊ നീയോ ചങ്ങാതി രാത്രി ഇതിനകത്ത്? ഞാൻ കീശാന്തിയാ, ഞാൻ ഇവിടെ കിടക്കണേ. ഓ, ഞാനൊരു ഭക്തന്, എനിക്കും കേറാം. ഏയ് പറ്റില്ല, ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഏയ് നിങ്ങൾ ആരാ? ഇവിടെ ആരും വന്നില്ലെന്നേ. അങ്ങനെ കയറാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാ ഒക്കത്തില്ലല്ലോ. ഒക്കത്തില്ല. കൃഷ്ണ, എന്ത് അക്രമം ഇവരെ കാട്ടണേ? ഉണ്ടോടി? ഇവിടൊന്നും ഇല്ല. എന്നാ പിന്നെ കോലോത്ത് പോയി കാണും. കോലോത്ത് തമ്പ്രാക്കന്മാരുമായിട്ടാണല്ലോ തള്ളയ്ക്കും മോക്കും മുക്കാല മുക്കാബല. ഓ ലൈല, ഓ ലൈല, ലൈല. ഏയ് നിങ്ങൾ എന്താ ഈ കാട്ടണേ? ഭഗവാൻ മുഖത്ത് ടോർച്ചടിക്കേ. ഭഗവാന്റെ മോന്തയ്ക്ക് തീ കൊണ്ടല്ലേ വീണേ, എന്നെയല്ലേ ഈ ടോർച്ച്. ഇതിന് താക്കോലുണ്ടോടാ? ഏയ് സ്ത്രീകളുള്ളിൽ കയറാൻ പറ്റില്ല. എനിക്ക് എവിടെയും കേറാം. താക്കോൽ എടുക്കടാ. താക്കോല് തിരുമേനിടായില്ല. സത്യമായിട്ടും എന്റെ അച്ഛനാണ് സത്യമായിട്ടും തിരുമേനിടായില്ല. ശരി, വാ പോവാ. എന്താ നീ പറഞ്ഞേ? ഞാൻ കോലത്തോയി പറയും, രാത്രി അതിക്രമിച്ച് അമ്പലത്തിൽ കയറിയുന്നു. നീ പോയി പറ. ഞാൻ കേറിയിട്ടില്ലേട്ടാ, ഞാൻ ഇപ്പോഴും ഫിറ്റാ. ഞാൻ കേറി. നീ കേറും. നീ ആരാ മോൻ? ഞാൻ കേറും. ഞാനൊരു ഹിന്ദുവാ. രാത്രിയും പകലും ഒക്കെ എനിക്ക് അമ്പലത്തിൽ വരാം, കേറാം. അത് ശരിയാടാ, അതിനി തമ്പരാനല്ല ഏത് കോടതിയും സമ്മതിക്കും. നാശം. അവൻ പോയില്ലേ, പിന്നെന്താ ഇയാൾക്ക്? എന്റെ കണ്ണാ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പെടുത്തൂർന്ന. എന്തൊരു ഉഷ്ണ കണ്ണയത്തിനുള്ളില്. എങ്ങനെയാ കണ്ണയത്തിനുള്ളിൽ ഇരിക്കണേ? ഈ വിളക്കുകളൊക്കെ കത്തിക്കുമ്പോ ചൂടും പുകയും. സമ്മതി. കൃഷ്ണ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. എന്തിനാ മാപ്പ് പറയണേ? കണ്ണൻ എന്നെ ഇഷ്ടാ. ഇഷ്ടം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താ കുന്തം. ഇങ്ങോട്ട് വാങ്ങി ചൂടാ. പാടി, ഇങ്ങോട്ട് ഇറങ്ങി പാടി. പിശാച് കൊരങ്ങൻ. കൊരങ്ങൻ നിന്റെ മറ്റവൻ.
പേടിച്ചും മനുഷ്യന്റെ ജീവൻ പോയി. ഓ, ആ, ഡേയ്, ആ വന്നവരൊക്കെ ആരാ? വിശറിയുണ്ടോ? വിഷറി ആരടേ അവരൊക്കെ? ആ താടകേന്റെ വല്യമ്മ, ആ കുള്ളൻ അതിന്റെ ഭർത്താവ്, ആ പൊക്കമുള്ള ആളെ എന്റെ അമ്മാവന്റെ മോൻ സുരേന്ദ്രൻ, പിന്നെ ആ കറുത്ത കുള്ളനെ അതിന്റെ കൂട്ടുകാരൻ. വീട്ടിൽ എന്ത് കുഴപ്പമുണ്ടാക്കിട്ടാണോ അവ ഇങ്ങോട്ട് എഴുന്നള്ളിയേക്കണേ? കുഴപ്പമുണ്ടാക്കിയില്ല. പിന്നെന്തിനാ ഈ രാത്രി അവരെ അന്വേഷിച്ച് നടക്കണേ? ആ എനിക്കറിയോ, നീ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ഞാനൊരു ബോംബ് അതവനെ. ബോംബോ? എന്ത് ബോംബ്? ആറ്റം ബോംബ്. എന്ത് ബോംബായാലും എനിക്കെന്താ? അതെ, ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോയേ. പണ്ടീ കിണറ്റിൽ ഒരു ബ്രാലുണ്ടായിരുന്നു. ബ്രാലിനെ ഞാൻ കാണിച്ചോടി. ഇറങ്ങി പൊടി. ഞാൻ പോവില്ല. പോവില്ലേ? പിന്നെ ഞാൻ നേരെ വെളുത്തിട്ട് പോയിക്കോളാം. അത് പറ്റില്ല. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. കണ്ണ എന്ത് കഷ്ടമായത്. കണ്ണനും കണ്ണനും ഒന്നുമില്ല. ആ അഭ്യാസം ഇവിടെ നടക്കില്ല. ഇതൊരു ക്ഷേത്രം, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പറ്റില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ വഴിക്കോ കൃഷ്ണ? അത് ശരി, ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ? എനിക്ക് ഓർക്കം വരുന്നുണ്ട്. ദേ, ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടുട്ടോ. വിളിച്ചോട്ട്. ഞാൻ പറഞ്ഞോളൂ എന്നെ രാത്രി വരാൻ പറഞ്ഞിട്ടാ വന്നത്. എന്റെ അമ്മ, ഞാനോ? ആ എന്റെ അമ്മാവന്റെ മോൻ അറിഞ്ഞാണ്ടല്ലോ, നിങ്ങളുടെ പൊടി കാണില്ല. അയാൾ ആരാണെന്ന് അറിയോ? നേരത്തെ വന്ന ആളല്ലേ? ആന സുരേന്ദ്രൻ. ആനയാ? അയാളെ കണ്ട ആനെ പോലല്ലേ നടക്കണ കണ്ടില്ലേ? ആടി ആടി. സ്വഭാവം അങ്ങനെ തന്നെയാ. കാട്ടാന. ആഹാ. നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണം, എനിക്കോ? അല്ലെങ്കിൽ കൈയും കാലും വെട്ടണം. എന്തിന്? ഒരു ഫോട്ടോ കൊടുത്തു വിട്ടാ മതി, ചെയ്തിട്ട് വരും. അല്ല, അയാളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? വെറുതെ. അയാളുടെ അച്ഛനെ തറവാടല്ലേ ഇവിടെ, ലോറി ഡ്രൈവറാ. ഇതിനെ പോകുമ്പോഴൊക്കെ ഇവിടെ വരും. അയാള് വരുന്ന ദിവസം ഞാൻ ഇവിടേക്ക് വരും. ചിലപ്പോ കോലത്തേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി കിടക്കുമ്പോ അയാൾ എന്റെ അടുത്ത് വരും. അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നാ എനിക്കിഷ്ടല്ല. എന്റെ മുത്തശ്ശിക്കും വെല്ലുമിക്കും വലിച്ചിനും വലിയ ഇഷ്ട. അയാള് കല്യാണം കഴിച്ചിട്ടില്ലേ? 2 കുട്ടികളുണ്ട്. ഭാര്യ ചത്തുപോയതാ. ചത്തതല്ല, ശരിക്കും അയാള് കൊന്നതാ. തെണ്ടി. ഞാനിവിടെ കിടന്നോട്ടെ, നാളെ അതിരാവിലെ ഞാൻ പോയിക്കോളാം. കിടന്നോട്ടെ.